അസ്സലാമു അലൈക്കും. ഞങ്ങളെ പൂച്ചക്കൊരു മുറിവ് പറ്റിനെ കണ്ടോ. അത്യാവശ്യം വലിയ മുറിവാണ്. എന്തായാലും എറിഞ്ഞതാണ് എന്നുള്ളതാണ് തോന്നുന്നത്. കടിപിടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയൊരു മുറിവ് ഉണ്ടാകേണ്ടിയില്ല. അപ്പോൾ നമ്മളെ മരുന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതാ അവിടെ മുറിയൂട്ടിൻ്റെ ഇല ഉണ്ട്. മുറിക്ക് ഏറ്റവും നല്ല സാധനമാണ്. ഞങ്ങളിതാണ് ഉപയോഗിക്കൽ. ചെറിയ മുറിവുകൾക്കൊക്കെ പറ്റിയ സാധനം, പെട്ടെന്ന് മുറിവ് ഉണങ്ങും. അപ്പോൾ നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ട്. അവിടെ നിന്ന് പറിച്ച് എന്താ പൂച്ചക്ക് കൊടുക്കാം. അതാ പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പൂച്ചൻ്റെ മേലെ ഇറ്റിച്ചു കൊടുക്കണം. അതാ നമ്മളെ വയ്യാതെ തന്നെ പൂച്ച വന്നിട്ടുണ്ട്. പോയിട്ട് ഇല എടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കല്ലുമ്മ വെച്ച് നല്ലോണം വരുതിയായിട്ട് ആ നീര് പൂച്ചൻ്റെ മേലെ ഇറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളത് ഇല ഒന്ന് നല്ലോണം കഴുകി അതിൽ നീര് ഇറ്റിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. നല്ലോണം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നല്ല വയലറ്റ് കളറുള്ള നീര് വരും. ഉണ്ടോ, ആ പൂച്ച ഇവിടെ ഉണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് അറിയാഞ്ഞിട്ട് ഞാൻ ഇടങ്ങേറാവുണ്ട് ആകെ. കണ്ടോ, നല്ല വലിയ മുറിവാ. അത് അതിൻ്റെ മേലെ എത്തിച്ചു കൊടുക്കുകയാണ്. മര്യാദയ്ക്ക് നിന്നരില്ല കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയാണ്. ഒന്നും കൂടി വരുതി കുറച്ചുകൂടി നീരെടുക്കട്ടെ. കുട്ടികൾക്ക് ആർക്കായാലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതിന് നീരിറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പാടുകൾ വരെ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ കുറേയൊക്കെ ഇറ്റിച്ചു കൊടുത്തണ്. ഉണ്ടോ, നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്.